ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഓട്ടട ഉണ്ടാക്കാം. ഓട്ടട അറിയില്ലേ? ചട്ടിയിൽ ഉണ്ടാക്കുന്ന കടി ഓട്ടട. ഓട്ടട ഉണ്ടാക്കാൻ എളുപ്പമാണ്. അരി ഒരു 3 മണിക്കൂർ കുതിർത്തിടുക. തേങ്ങയും ചോറൊക്കെ ഇട്ടായിരിക്കും. ഞാൻ ചോറൊന്നും ഇടൂല, ഞാൻ അരിയും തേങ്ങയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് അരച്ചെടുക്കും. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പച്ച വെള്ളത്തിൽ അരയ്ക്കരുത്, ചെറിയ ചൂട് വെള്ളത്തിൽ വേണം അരി അരയ്ക്കാൻ. അത് വെച്ചാൽ ഭയങ്കര ചൂടുള്ള ചെറിയ ചൂടുണ്ടോയെന്ന് വെച്ചാൽ ചൂടുണ്ട്, ചൂടില്ലേന്ന് വെച്ചാൽ ചൂടില്ല, ആ രീതിയിലുള്ള വെള്ളത്തിൽ വേണം കേട്ടോ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അരി അരച്ചെടുക്കാം. അരി അരയ്ക്കുന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് അരച്ചെടുക്കുക കേട്ടോ. വേഗം അരച്ചെടുത്തിട്ട് നമുക്ക് കടി ഉണ്ടാക്കാം. എളുപ്പമാട്ടോ അത്. പച്ചരി ഒരു 3 മണിക്കൂർ കുതിർത്തിട്ടാൽ മതി, നല്ലതാണത്. വേഗം ഉണ്ടാക്കാം. മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം അരച്ചിട്ട് വരാം. അരിയൊക്കെ അരച്ചിട്ടുണ്ട്. അരി അരച്ച് അധികം വെള്ളം വേണ്ട. അരി അരിക്കുന്ന അരി ഇട്ടിട്ടുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ വരെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി. ഇനി അധികം കട്ടിയായിപ്പോയി കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുക. പച്ചവെള്ളം ഒഴിക്കണ്ട. എന്താണെന്നറിയില്ല, പച്ചവെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയാൽ ഒട്ടുമോ, അതും കൊണ്ടാണോ അറിയില്ല, പച്ചവെള്ളം ഒഴിക്കില്ല. ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലിട്ടോ അരക്കൽ, നല്ല നന്നാവലുണ്ട്. അപ്പോൾ നമുക്കിനി ഓട്ടട ഉണ്ടാക്കിയിട്ട് വരാം. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. എളുപ്പമാണ് ഗ്രീൻ പീസ് കറി. മക്കൾക്ക് ഇഷ്ടമാണ്. മക്കൾക്കാണെങ്കിലും രാജീവേട്ടനാണെങ്കിലും എല്ലാവർക്കും ഗ്രീൻ പീസ് കറി ഇഷ്ടമാണ്. അപ്പം ഗ്രീൻ പീസ് കുതിർത്തിയിടുക. എന്നിട്ട് അതിലേക്ക് തന്നെ മസാലയൊക്കെ എല്ലാം ഇട്ടിട്ട് ഒരു കുതിർത്തിയതാണെങ്കിൽ ഒരു 3 വിസിൽ, കൂടുതലൊന്നും വേണ്ട. കുതിർത്താത്തയാണെങ്കിൽ കുറേ വിസിൽ വേണം. ഗ്രീൻ പീസിന് അറിയാലോ, നല്ല വിസിൽ വേണം. ഞാൻ ഗ്രീൻ പീസും കായും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെറും ഗ്രീൻ പീസ് ഉണ്ടാച്ചപ്പോൾ നോക്കിയപ്പോൾ 2 കായ അടക്കുന്നു. അപ്പോൾ അതും കൂടി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കായും എല്ലാം കൂടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒത്തിരി ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ അടുപ്പത്ത് വെക്കാം. അപ്പോൾ നല്ല കറിയൊന്നുമല്ല കേട്ടോ, തട്ടിക്കൂട്ട് കറിയാണ്. നല്ല കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക. ഞാൻ എളുപ്പം, മക്കൾ വൈകുന്നേരം വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കുക്കറിലിട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കാം. എന്താ വെച്ചാൽ അവർ വരുമ്പോൾ നീ കൊടുക്കണ്ടേ വൈകുന്നേരത്തേക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കറി. അവർക്ക് അധികം മസാലയൊന്നും ഇല്ലാത്ത കറി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഓട്ടട ചട്ടി. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? രാജീവേട്ടനൊന്നും ഓട്ടട ഇഷ്ടമല്ല കേട്ടോ. അവിടെ രാജീവേട്ടൻ്റെ വീട്ടിലൊന്നും ഓട്ടട ഉണ്ടാക്കൂല. അവരൊക്കെ ഓട്ടട എന്ന് പറയുന്നത് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിനാണ് ഓട്ടട എന്ന് പറയുന്നത്. ഇതിന് വേറെ എന്തൊക്കെയോ പേരൊക്കെ പറയും, പക്ഷെ ഞങ്ങളിത് ഓട്ടട എന്ന് പറയാം കേട്ടോ. നമുക്കിത് മാവ് കണ്ടില്ലേ, ഈ ഒരു ലൂസിൽ വേണം. ഇങ്ങനെയാണ് കേട്ടോ മാവ് എടുക്കേണ്ടത്. ഈ ഒരു ലൂസിലെടുത്താൽ മതി. പെട്ടെന്നാവുന്ന കടിയാണ്. അത് എണ്ണയോ അങ്ങനെയൊന്നും വേണ്ട. അതിലേക്ക് അരയ്ക്കുന്നതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കടി പെട്ടെന്നാവും. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ചിലവർ ഇതിൽ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിടും. ഇവിടെ മക്കൾക്കാവുന്നു ഇഷ്ടമല്ല. മക്കൾക്ക് ഇത് വെറുതെ അങ്ങനെ അരച്ചിട്ട്, കറി ഇല്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, കട്ടൻ ചായ നല്ല മധുരമിട്ട് ഗ്ലാസ് കട്ടൻ ചായ മതി, അല്ലെങ്കിൽ അങ്ങനെ തിന്നോളൂ. അവർക്കത് കറി വേണമെന്നൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കി ഗ്രീൻ പീസ് കറി പൊതുവേ അവർക്ക് ഇഷ്ടമാണ്. തേങ്ങ അരയ്ക്കണമെന്നൊന്നും വേണ്ട. ഗ്രീൻ പീസ് അധികം മസാല ഒന്നും ഇടാതെ വെക്കുന്ന ഗ്രീൻ പീസ് കറി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇത് ചുട്ടെടുക്കുക. അധികം കട്ടി വേണ്ട. എപ്പോഴും നോക്കണം അധികം കട്ടി ആവരുത്. ഈ ഒരു പരുവത്തിൽ ഒരു ലൂസ്, നമ്മളെ ദോശമാവിനെക്കാളും കുറച്ചും കൂടി ലൂസ് ആയിക്കോട്ടെ. നമുക്ക് ചട്ടിയിൽ ചുട്ടെടുക്കാം കേട്ടോ. എണ്ണയൊന്നും വേണ്ട കേട്ടോ ചട്ടിയിൽ. ഓട്ടട ഉണ്ടാക്കുമ്പോൾ എണ്ണയോ അങ്ങനത്തെ ഒന്നും ഇതാക്കാൻ നിൽക്കരുത് കേട്ടോ. നമുക്ക് മൂടി വെക്കാം. മാവ് ഒഴിച്ച് മൂടി വെക്കാം. ഇനി നമുക്ക് ആയോ നോക്കി വെക്കാം. അതാ, ഇത്ര എളുപ്പമാണ് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് മെല്ലെ കയ്യിലും കൊണ്ട് എടുക്കാം. എളുപ്പമാണത് എടുക്കാൻ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം വേഗം മക്കൾ വരുമ്പോഴേക്ക് ചുട്ടെടുക്കാം. അവർ 7 മണിയൊക്കെ ആവും വരാൻ. ട്യൂഷനും കൂടി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആവും. അങ്ങനെ ഓരോന്നോരോന്നായി വേഗം വേഗം ചുട്ടെടുക്കാം കേട്ടോ. ഒരു ചെറിയ ഇത്തിരി തേങ്ങയും പച്ചരിയും ഒരിത്തിരി വെളിച്ചെണ്ണയും ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ എളുപ്പമാണ്. അടി കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഉണ്ടാക്കുമ്പോൾ. എളുപ്പമാണ് ഓട്ടട ഉണ്ടാക്കാൻ. ഇഷ്ടം മക്കൾക്ക് ഓട്ടടയും ഗ്രീൻ പീസ് കറി, ഓട്ടട കടലക്കറി, ചിക്കൻ കറി. അവർക്ക് ഏറ്റവും ഇഷ്ടം ഓട്ടടയും ചിക്കൻ കറിയാണ് കേട്ടോ.
എൻ്റെ അമ്മമ്മ പണ്ട് എപ്പോഴും ഉണ്ടാക്കുന്ന കടിയായിരുന്നു ഈ ഓട്ടട. അപ്പോൾ മക്കൾ വരാൻ നമുക്ക് നോക്കാം. അതാ മക്കളും രാജുവേട്ടനും വരുന്നുണ്ട്. ഇത് ഞങ്ങൾ വീട്ടിൻ്റെ അടുക്കള വശാട്ടോ. അടുക്കള വശത്ത് നിന്ന് ബേക്ക് കൂടെ റോഡ്, ആ റോഡ് വന്ന് നിൽക്കുന്നത് നമ്മളെ വീടിൻ്റെ പുറകിലാട്ടോ കറക്റ്റ്. അപ്പോൾ രാജുവേട്ടൻ പോയതാണ് അവരെ കൂട്ടാൻ. അപ്പോൾ കടിയൊക്കെ ആയിട്ടുണ്ട്. ഓട്ടട ഇത്രയും ചുട്ടു. ഒരു 2 ഗ്ലാസ് അരി ഇട്ടിട്ടില്ല ഞാൻ, അത്ര കുറച്ചിട്ടുള്ളൂ. ഇത്രയും ഓട്ടട ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ചായ വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കണം.